അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക്. ഇപ്പം നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. അപ്പം കുറേ കോൺട്രവേഴ്സീസ് വരുന്നുണ്ട്. ഇപ്പോൾ അർജന്റീനയും ഫിഫയും കൂടെ ഒത്തുകളിയാണോ അർജന്റീനനെ അടുത്ത വേൾഡ് കപ്പ് എടുപ്പിക്കാനുള്ളൂ? ഞാൻ അർജന്റീന ഫാനും അല്ല, പോർച്ചുഗൽ ഫാനും അല്ല, ഞാൻ ബെൽജിയം ഫാനാണ്. അങ്ങനെ ഒരു ന്യൂട്രൽ പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് ഇനി പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇവിടെ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്സ് വെച്ചിട്ടല്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾ പറയാം. ചുമ്മാ വായി തോന്നുന്നു എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് വാദിച്ച് ജയിക്കാനുള്ള കാര്യമല്ലല്ലോ. സ്റ്റാറ്റ്സ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം മെയിനായിട്ട് പറയുന്നത് അർജന്റീന കളിക്കാരുടെ ഫൗൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പം ഭയങ്കരമായിട്ടും നമുക്ക് കോൺട്രവേഴ്സീസ് വരുന്നത്. പക്ഷെ അർജന്റീന ചെയ്യുന്ന ഫൗളിനൊന്നും കാർഡ് കൊടുക്കുന്നില്ല. അതാണ് മെയിൻ കംപ്ലൈന്റ് എല്ലാവരും. പിന്നെ അർജന്റീന എന്താണ് പറയുക, ഈസി റൂട്ട് വഴിയാണ് ഫൈനലിലേക്ക് പോകുന്നത്. ഇതൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങൾ. അപ്പം അതിലേക്കൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ, അതാണ് ഞാൻ നോക്കുന്നത്. അതിനു മുമ്പായിട്ട് അടുത്ത ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ മാച്ചിൽ അർജന്റീൻ റെഫറിമാരാണ് മൊത്തം ചെയ്യുന്നത്, VAR അടക്കം എല്ലാവരും അർജന്റീന. അങ്ങനെ വന്നത് എന്തുകൊണ്ടാണ് എന്ന് ഒരു വലിയൊരു ചോദ്യം എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം കഴിഞ്ഞ ഈജിപ്തും അർജന്റീനയായിട്ടുള്ള കളിയുടെ ഒഫീഷ്യൽസ് ആരൊക്കെയായിരുന്നു? മൊത്തം ഫ്രഞ്ച് റെഫറിമാരായിരുന്നു, മൊത്തം ഫുള്ള് VAR സഹിതം. അപ്പം അങ്ങനെ ഒരു ബയസ് റെഫറിമാർ ഒരു മാച്ചിൽ അങ്ങനെ വെച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഇൻറ്റേർണലായിട്ട് എനിക്ക് അറിയില്ല. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഫ്രഞ്ച് ഒഫീഷ്യൽസ് അർജന്റീനയുടെ മാച്ച് റെഫർ ചെയ്യുന്നു, ഫ്രാൻസിൻ്റെ മാച്ച് അർജന്റീനൻ ഒഫീഷ്യൽസ് ഒഫീഷ്യേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇത് അല്ലാതെ വേറെ ഇതിൽ കൂടുതൽ കോൺട്രവേഴ്സി ആക്കാതിരുന്നാൽ മതി എല്ലാവരും കൂടെ. ഇപ്പം അർജന്റീനയുടെ മാച്ച് വരുമ്പോൾ അർജന്റീന റെഫറിമാർ അത് ഒഫീഷ്യേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ബയസ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് മെയിൻ പ്രശ്നം അത് നടക്കുവാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഫിഫയും അർജന്റീന ഒത്തുകളി കടന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചോ. അത് വരുമ്പോൾ മാത്രം നമുക്ക് ആ ഡിബേറ്റിലേക്ക് പോകാം. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ക്ലബ്ബ് ഇവിടെ പറയേണ്ട ഒരു റെലവൻസ് വരുന്നുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ടോട്ടനം ഹോട്ട്സ്പറിനെയാണ്. അപ്പം എന്താണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റൊമേറോ അർജന്റീനയുടെ ഡിഫൻഡർ ഞങ്ങളുടെ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പം പുള്ളി ഞങ്ങളുടെ ടീമിന് വേണ്ടി ഇപ്പം കഴിഞ്ഞ സീസണിൽ 23 മാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആ 23 മാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പം പുള്ളിക്കാരനെ കിട്ടിയിരിക്കുന്നത് 9 യെല്ലോ കാർഡും 2 റെഡ് കാർഡുമാണ് 23 മാച്ചിൽ. എന്തുകൊണ്ടാണ് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലബ്ബ് മാച്ചുകളിൽ 9 യെല്ലോ കാർഡും 2 റെഡ് കാർഡും കിട്ടിയ മനുഷ്യന് ഇന്റർനാഷണലിൽ കഴിഞ്ഞ 9 മാച്ചുകളിൽ 5 വേൾഡ് കപ്പ് ഇപ്പം കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ 3 ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചും റൗണ്ട് ഓഫ് 32 റൗണ്ട് ഓഫ് 16 പിന്നെ 4 ഫ്രണ്ട്ലി മാച്ചും വേൾഡ് കപ്പിന് മുമ്പേ കളിച്ചത്. അതെല്ലാത്തിലും കൂടെ എത്ര കാർഡ് കിട്ടിക്കാണോ നിങ്ങളൊരു ഊഹം പറ, ഞാൻ കമൻറ്റ് സെഷനിൽ നിങ്ങളൊന്ന് ഇടുക. അപ്പോൾ ഈ 9 മാച്ചുകളിൽ റൊമേറോയ്ക്കും കിട്ടിയിരിക്കുന്നത് 0 യെല്ലോ കാർഡാണ്. 0 യെല്ലോ കാർഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും റെഡ് കാർഡ് ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. 0 റെഡ് കാർഡ്, 9 യെല്ലോ കാർഡും 2 റെഡ് കാർഡും കിട്ടി ഈ മനുഷ്യന് വേൾഡ് കപ്പിൽ വന്നപ്പോൾ 0. അപ്പോൾ നിങ്ങൾ വിചാരിക്കും റൊമേറോ ഫൗളൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ലേ എന്ന്. ഫൗള് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. റൊമേറോ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ 90 മിനിറ്റിലും 1.4 ഫൗളാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഓരോ ഫൗള് 1 അല്ല 2 ഫൗള് വീതം വെച്ച്. ഇതൊരു ആവറേജ് ഫൗളിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഫൗളിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ നോക്കണം. ഡേഞ്ചറസ് ഫൗളാണോ അതോ ചുമ്മാ ഈ പറഞ്ഞ പോലെ ചുമ്മാ കാഷ്വൽ ഫൗളാണോ, അങ്ങനെ നമ്മൾ നോക്കണമല്ലോ. അതനുസരിച്ചാണല്ലോ നമ്മൾ കാർഡ് കൊടുക്കുന്നത്. ഡേഞ്ചറസ് ഫൗളുകൾ റൊമേറോ ചെയ്തിരിക്കുന്നത് എന്താ പറയേണ്ടത് കഴിച്ചാൽ, അത് പരിതാപകരമായിട്ടുള്ള ഫൗളുകളാണ് ചെയ്തിരിക്കുന്നത്. അർജന്റീന ടീമിന് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 3 യെല്ലോ കാർഡാണ്. 3 യെല്ലോ കാർഡ് ഗൈസ്. 5 കളി കളിച്ചിട്ട് 3 യെല്ലോ കാർഡ് കിട്ടിയിരിക്കുന്നത് അർജന്റീന. വേൾഡ് കപ്പിന്റെ സ്റ്റാറ്റ്സ് നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫൗള് ചെയ്തിരിക്കുന്ന ടീം, ഫൗളല്ല, ഏറ്റവും കൂടുതൽ കാർഡ് കിട്ടിയിരിക്കുന്ന ടീം അത് ഈജിപ്തിനാണ്. 12 കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 5 ഇന്നലെ അർജന്റീനയ്ക്ക് എതിരെ കളിച്ചപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കോച്ചിന് സഹിതം യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഫൗൾസ് കമ്മിറ്റഡ് ആണ്. 90 മിനിറ്റിൽ എത്ര ഫൗളുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ടീമുകളും. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഫെയർനെസ് നോക്കും. ഇപ്പം കൂടുതൽ ഫൗള് കമ്മിറ്റ് ചെയ്തിട്ട് കുറച്ച് കാർഡേ കൊടുത്തുള്ളൂ, അത് ഫെയർ അല്ല. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഫൗളിൻ്റെ സിവിയറിറ്റി നോക്കണം നമ്മൾ. ഹൈത്തി എന്ന് പറഞ്ഞ രാജ്യം കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് 18 ഫൗളാണ്. അതിൻ്റെ അകത്ത് 7 കാർഡാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. 7 കാർഡ് എന്ന് പറഞ്ഞാൽ 90 മിനിറ്റിൽ 18 ഫൗൾ ചെയ്തിരിക്കുന്നത്. ഓരോ 10 മിനിറ്റിൽ 2 ഫൗൾ തവണ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അർജന്റീന വന്നിരിക്കുന്ന 20ാം സ്ഥാനത്ത് 11.8 ഫൗള്. അതിൻ്റെ അകത്ത് എത്ര കാർഡ് കിട്ടിയിട്ടുണ്ട് അർജന്റീനയ്ക്ക്? 11.8 ഫൗൾ എന്ന് പറഞ്ഞാൽ 12 ഫൗളിന് അടുത്ത്. ഇതിൻ്റെ അകത്ത് 5 മാച്ച് കളിച്ചിരിക്കുന്ന ടീമുകൾക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൊളംബിയ ഉണ്ട് 14 ഫൗള്, സ്വിറ്റ്സർലൻഡ് ഉണ്ട് 13.8 ഫൗള്, 5 മാച്ച് കളിച്ചിരിക്കുന്ന മൊറോക്കോ 12.2, 6 യെല്ലോ കാർഡ് കിട്ടിയിരിക്കുന്നത്. 12 ഫൗളിൽ 6 യെല്ലോ കാർഡായി കൺവേർട്ട് ആയിട്ടുണ്ട് അവർ. അതേപോലെ അർജന്റീന 11.8 ഫൗളാണ് ചെയ്തിരിക്കുന്നത്. 3 യെല്ലോ കാർഡ് മാത്രമേ ഉള്ളൂ. 3 യെല്ലോ കാർഡ്. ഇത് എനിക്ക് ഒന്നും പറയാനില്ല. അപ്പൊ ഈ വേൾഡ് കപ്പിന്റെ കാര്യം വിടുക ഗൈസ്. നമുക്ക് എന്താ പറഞ്ഞത്, നമുക്ക് ചിലപ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇത് കാരണം ഒഫീഷ്യൽസിന്റെ 5 മാച്ചിൽ ഒഫീഷ്യൽസിന് അബദ്ധം പറ്റിയത് 5 മാച്ച്, അതും അടുപ്പിച്ച് അബദ്ധം പറ്റാനുള്ളത്. വേറെ ഒഫീഷ്യൽസിന് അടുപ്പിച്ച് 5 മാച്ചിലും അബദ്ധം പറ്റണമെങ്കിൽ അടുത്തത് 2022 സ്റ്റാറ്റ്സ് നോക്കുന്ന ഗൈസ്.
ഏറ്റവും കൂടുതൽ ഫൗൾ ചെയ്തിരിക്കുന്ന ടീം സൗദി അറേബ്യയാണ്. 7ാം സ്ഥാനത്ത് കിടക്കുന്ന അർജന്റീന 14 ഫൗള്, സൗദി അറേബ്യ 18 ഫൗള്. ഇനി കാർഡ് കിട്ടിയിരിക്കുന്നതിന്റെ എണ്ണം ഫസ്റ്റ് അർജന്റീന ഫൈനൽ വരെ പോയ ടീമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞ് റൗണ്ട് 16 കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞ് സെമി കഴിഞ്ഞ് ഫൈനലിൽ എത്തിയ ടീം. അർജന്റീനക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് 17 എണ്ണമാണ്. 17 കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 7 കളിയിൽ 17 കാർഡാണ് അർജന്റീനക്ക് കിട്ടിയിരിക്കുന്നത്. ശരി, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഫ്രാൻസിന് കിട്ടിയിരിക്കുന്നത് 8 കാർഡ്, അതും ഫൈനലിലെത്തിയ ടീമാണെന്ന് ആലോചിക്കണം. ക്രൊയേഷ്യ സെമി ഫൈനലിലെത്തിയ ടീം 8 കാർഡ്. അർജന്റീന അപ്പോൾ ഫൗൾ ചെയ്യാത്ത ടീം അല്ല. ഈ വർഷം മാത്രം അവർക്ക് 3 കാർഡേ കിട്ടിയിട്ടുള്ളൂ. 7 മാച്ച് കളിച്ചപ്പോഴത്തേക്ക് അവർക്ക് 17 കാർഡ് കിട്ടി കഴിഞ്ഞ വേൾഡ് കപ്പിൽ. ഈ വേൾഡ് കപ്പിൽ 5 മാച്ച് കളിച്ചിട്ട് 3 കാർഡേ ഉള്ളൂ. ചിലപ്പോൾ ഭയങ്കരമായിട്ടും അവർ അർജന്റീനക്കാർ ഡിസിപ്ലിനറി ആക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചിലപ്പം ഫൗള് ചെയ്യാത്തതുകൊണ്ടാണെന്ന് വിചാരിക്കും. വേറെ ഒന്നും പറയാനില്ലേ, നിങ്ങൾ തന്നെ ഇതിന്റെ കമന്റ് സെക്ഷനിൽ ഇട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന്.